ഹേ ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് എല്ലാവരും കൂടി ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പായ് വന്നിട്ട് കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇന്ന് ഗ്രാൻഡ് പേയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, നീ വരുന്നുണ്ടോ എന്ന് നമ്മുടെ പായിനോട് ചോദിക്കുമ്പോഴേക്കും ആരെന്നെ ഇൻവൈറ്റ് ചെയ്തത്, ആരെ ഇൻവൈറ്റ് ചെയ്യാനാണ്, ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് അവർ വർക്കിനും പോകുന്നുണ്ട്. നമ്മുടെ ടിമ്മാണെങ്കിൽ പായിനോട് പറയുന്നുണ്ട്, എനിക്ക് വർക്കുണ്ട്, പോയിട്ട് വൈകിയാ വരത്തുള്ളൂ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യണ്ടാന്ന്. അതിന് നിന്നെ ആരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്നലെ രാത്രി പറഞ്ഞ കാര്യമൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോൾസ്ഫുള്ളി കിസ്സും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇതിൽ പെട്ടൊരവസ്ഥയിലാണ്. അങ്ങനെ 2 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത്. അതാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് ടെന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആന്റി അവന്റെ ടെന്റിന്റെ റിവ്യൂ കണ്ടിട്ട് ആ ടെന്റ് ബൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രാൻഡ് പേ ആയിട്ട് ബോർഡ് മീറ്റിംഗ് നടക്കാണ്. ഇവര് രണ്ടുപേരും ഇപ്പോഴത്തെ പെർഫോമൻസ് നല്ല രീതിയിലായതുകൊണ്ട് തന്നെ പ്രൊമോഷൻസും കാര്യങ്ങളും കൊടുക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവര് ഈ 2 മാസം എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. അങ്ങനെ അവര് ജോലിയിട്ട് തിരിച്ചെടുത്തു. ഗ്രാൻഡ് പേ ആയിട്ടുള്ള നോർസിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇതെല്ലാം നമ്മുടെ പായിന് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. പായിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പായിന്റെ ഫാദറും മദറും അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നോർത്താണെങ്കിൽ അവരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാണ്. പായിക്ക് പക്ഷേ ഇതിലൊന്നും താല്പര്യമില്ല. ഹോട്ടലിൽ കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കോളങ്ങ് കട്ട് ചെയ്യാണ്. ഇത് കണ്ട ഫ്രണ്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്റെ അച്ഛനും അമ്മയും എന്താ നിന്നെ കാണാൻ വരാത്തത്, അച്ഛനും അമ്മയും നിനക്ക് വേണ്ടിയിട്ട് പൈസ ഒന്നും തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലാന്നും പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓഫീസിലാണെങ്കിൽ ഇപ്പൊ ഇവരുടെ ജോലിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഉള്ള അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും 2 ടീമിട്ട് ആക്കാൻ പോവാണ്. എന്നും ബി എന്നാണ് ടീമിന്റെ പേര്. അപ്പോൾ രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പായാണെങ്കിൽ ഒരു കുക്കീസും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഓർഡർ വരുന്നത് ഓൺലൈൻ വഴി. വേറെ ആരുമല്ല, നമ്മുടെ ടിമ്മാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടിമ്മാണ്. അത് നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പായാണെങ്കിൽ ഓർഡർ ചെയ്ത സാധനം പോലും എടുക്കാതെ അവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ട്. എടാ നീ ഇങ്ങ് തിരിച്ചു വാ, അവന് ഓർഡർ ചെയ്ത സാധനം പോലും എടുക്കാതെയാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, എടുത്തിട്ട് പോകാനും പറയുന്നുണ്ട്. അങ്ങനെ ആ സാധനം എല്ലാം എടുത്തിട്ട് പായാണെങ്കിൽ ടിമ്മിന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ടിം കുറച്ച് ബിസിയിലാണ്. അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. ഇതാണ് നിന്റെ ഓഫീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഓർഡർ ചെയ്ത ബിസ്ക്കറ്റും കാര്യങ്ങളും എടുത്ത് നോക്കുന്നുണ്ട്. ടക്ലിങ്ങിന്റെ ബിസ്ക്കറ്റാണ് നമ്മുടെ പായ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പായ പറയുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല. ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നിന്നെ പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ ഇത് കഴിക്കാനേ തോന്നുന്നില്ല. കണ്ടോ, നിന്റെ ഫേസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടിമ്മിന്റെ കൊളീഗ്സ് കയറി വരുന്നുണ്ട്. പോകാൻ നിൽക്കുന്ന പായനോട് പറയുന്നുണ്ട്, പോകണ്ട, എനിക്ക് നിന്നെ അറിയാന്ന്. എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോഴാണ് ടിമ്മിന്റെ ലാപ്ടോപ്പിന്റെ പ്രൊഫൈൽ പിക്ചർ പോലും പായിന്റെ ഒപ്പം നിൽക്കുന്നതായിരിക്കും. ഇത് കാണുന്ന പായ്ക്കും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് ഒരു ബ്രേക്ക് കിട്ടുമ്പോഴേക്കും നമ്മുടെ നോർത്താണെങ്കിൽ യുവിൻ്റെ അടുത്ത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ശരിക്കും നമ്മുടെ ടിമ്മിനെയും പായിനെയും പോലെയാന്ന് ചോദിക്കുമ്പോഴേക്കും അവരിങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഡോറൊന്ന് നോക്ക് ചെയ്യാതെ റൂമിട്ടൊക്കെ കയറി ഇതേപോലെയൊക്കെ കാണാം. നിങ്ങൾ വർക്കിൽ എൻജോയബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഞാനും അറിയുന്നുണ്ടോ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കഴിഞ്ഞ ആഴ്ച ഒരു കപ്പിൾസ് ബ്രേക്കപ്പ് ആയുള്ളൂ. അവർ രണ്ടുപേരും 2 ടീമിലായിരുന്നു, അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആയി പോയി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പിൾസിനെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇറക്കുക. പക്ഷേ നമ്മുടെ നോർത്ത് പറയുന്ന തീരുമാനങ്ങളോട് യു യോജിക്കുന്നില്ല. അതൊക്കെ പണ്ടത്തെ ഐഡിയ എന്നാണ് നമ്മുടെ യു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ആർഗ്യുമെന്റ് തന്നെ ഉണ്ടാവുന്നുണ്ട്. പുറത്ത് ആന്റിയും നാനയും ഗ്രാൻഡ് പേയും പിന്നെ ആന്റിയുടെ മോനൊക്കെ ഇത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വൈകുന്നേരം പായിനെയും കൂട്ടി അവർ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടെങ്കിലും യുവിൻ്റെ നോർത്തിൻ്റെ ഇടയിൽ ഈ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നോർത്താണെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാണ്. എന്ത് പറഞ്ഞ അവസാനത്തിലും ഇത് തന്നെയാണ് എത്തുന്നത്. നോർത്താണെങ്കിൽ അവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോവുകയാണ്. യുവിന് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പായി പറയുന്നുണ്ട്, നീ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് നോക്കണ്ട. നോർത്തിൻ്റെ അടുത്തേക്ക് പോകാനും നമ്മുടെ പായി പറഞ്ഞു വിടുന്നുണ്ട്. യുക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവനും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ പായി ഒറ്റക്കാവാണ്. അവൻ്റെ ഫോണിലെ ഫോട്ടോസ് നോക്കുന്നുണ്ട്. ടിമ്മിനെയും ഒന്ന് കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ടിമ്മാണെങ്കിൽ ഈ സമയത്ത് വർക്കെല്ലാം ചെയ്ത് ഭയങ്കര ടയേർഡായിട്ട്
എത്തിയിരിക്കുകയാണ്. അവൻ്റെ മെമ്പേഴ്സിനോടൊക്കെ പറയുന്നുണ്ട് ഞാനെന്നാ പോകാമെന്ന്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് പായിൻ്റെ അടുത്തേക്കാണ്. നീ എന്തെങ്കിലും മൂടിയായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കും എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ വേണ്ടാന്നൊക്കെ അവൻ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ വേണം, നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോർത്തിൻ്റെ യുവിൻ്റെയും കാര്യം നേരെ തിരിച്ചാണ്. രണ്ടുപേർക്കും ഒരു പ്രൊജക്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും വീട്ടിൽ വന്നിട്ട് വർക്കിംഗ് ആണ്. പക്ഷെ യുവിന് കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ നോർത്തിനെ പിടിച്ച് മടിയിലൊക്കെ ഇരുത്തുന്നുണ്ട്. എടാ നീ എന്നോട് ഇങ്ങനെ വഴക്കിടല്ലേ, നമുക്കിത് ടീം വർക്കായിട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് യുവിന് മേടിച്ചു കൊടുത്ത ആ പാവയുടെ കാര്യം യു തന്നെ ആലോചിക്കുന്നത്. ഇപ്പം അവന് മനസ്സിൽ ഒരു ഐഡിയ കത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ചെന്ന് പ്രസൻറ്റേഷൻ ചെയ്യാണ്. എങ്ങനെയാണ് കപ്പിൾസിനെ ഒന്നാക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് പുറത്തുനിന്ന് ഗ്രാൻഡ് പേ ഒക്കെ കേൾക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ അവിടുത്തെ MDയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ ആ പ്രൊജക്റ്റ് തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പായനെ കാണാനായിട്ട് അവൻ്റെ പാരൻസ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞെന്ന് നോക്കുമ്പോഴേക്കും ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞെന്നും പറയുന്നുണ്ട്. ഗ്രാൻഡ് പേക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കുന്നുണ്ട്. ഇനി തിരിച്ച് വരണം, പഴയ പോലെ വർക്ക് ചെയ്യണം, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ രണ്ടുപേരും രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് കൺഫസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നമ്മുടെ പായാണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഗ്രാൻഡ് പക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. തിരിച്ച് നൈറ്റ് പോകാൻ നിൽക്കുമ്പോഴേക്കും പാരൻസ് പറയുന്നുണ്ട് നീ തിരിച്ച് വീട്ടിട്ടും നിന്റെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവണം, തിരിച്ച് വരണമെന്ന്. അങ്ങനെ ടിമ്മിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ടിം ചോദിക്കുന്നുണ്ട് ഇന്ന് ഗുഡ് ഡേ ആണോ ബാഡ് ഡേ ആണോ എന്ന്. രണ്ടുമാണെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശനെ കണ്ടു, പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കും ഇത് തന്നെയായിരുന്നു വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പായ് പറയാണ് നീ എന്നെ ഉപേക്ഷിക്കുമോ എന്ന്. ഏയ് ഇല്ല, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ട് കളയില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി അകത്ത് കയറിയിരിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്, നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പം നീ പോകണ്ട, ഇപ്പം പോയാൽ വണ്ടി ഓടിക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ കറണ്ട് പോകുന്നത്. നല്ല ക്ലൈമറ്റാന്ന് പറഞ്ഞ് നാക്കെടുത്ത് വായിലിട്ടില്ല, അപ്പം തന്നെ കറണ്ട് പോയി. പയ്യെ പയ്യെ അതൊരു ഇൻറ്റിമേസിയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ടിമ്മാണെങ്കിൽ പായിക്ക് ഒരു കിസ്സും കൂടി കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ നോർത്ത് എന്നിട്ട് പായിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ാണ് എന്താ നീ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നോർത്ത് വയ്ക്കുന്നത് ഈ ഡ്രസ്സ് കണ്ട് ഭയങ്കര പരിചയമുണ്ടല്ലോ എന്ന്. അത് വേറൊന്നും അല്ലടാ, ഞാൻ ഇന്നലെ ടിമ്മിൻ്റെ വീട്ടിലാണ് ഇന്നത്, മഴയായിരുന്നു, പിന്നെ എനിക്ക് മാറാൻ ഡ്രസ്സ് ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ വേറൊരു രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ വർക്കിന് പോണ വഴി നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നാന്നും പറയുന്നുണ്ട്. ഇന്നാണ് നമ്മുടെ യൂണിയൻ നോർത്തിൻ്റെയും ആ പ്രൊജക്റ്റ് ലോഗിൻ ചെയ്യുന്ന ദിവസം. അതും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ നമ്മുടെ യുവിനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ടയേർഡാണോ എന്ന്. ഞാൻ ഒത്തിരി ടയേർഡാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടയേർഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മേലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ കവിളിൽ ലിപ്പിലൊക്കെ നല്ല ടയേർഡ്നെസ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കിസ്സും കൂടി കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പായാണെങ്കിൽ ബേക്കറിയിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിം അങ്ങോട്ട് വന്നിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എടാ ഞാൻ വർക്ക് ചെയ്യാണ്, പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വർക്ക് പ്ലേസിട്ട് പോകുമ്പോൾ ഗ്രാൻഡ് പാ അവനൊരു ബൊക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഗ്രാൻഡ് പാ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ ടിമ്മിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ടിമ്മിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പം കാര്യങ്ങളെല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. രാത്രി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ നോർത്തും യുവും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെന്താ വീട്ടിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആരെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന്മാരവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ടിമ്മ് കയറി വരുന്നത്. എന്തുണ്ടാക്കാൻ പോകണേന്ന് നോക്കുമ്പോഴേക്കും സ്റ്റോക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മനോഹരമായിട്ടുള്ള സീനും കൂടി കാണിച്ചിട്ടാണ് 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാൻ മറക്കരുത്.